നമസ്കാരം. നിലമ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ശേഷി തനിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് PV അൻവർ. തൻ്റെ കയ്യിൽ നയാ പൈസയില്ലെന്ന് അൻവർ പറയുന്നു. കോടികളുണ്ടായിരുന്ന തൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. ഒരു മുതലാളിയും തനിക്കൊപ്പമില്ല. 3 തവണ ഡ്രസ്സ് മാറ്റിയ തനിക്ക് ഇന്ന് 2 ഷർട്ട് തേച്ചെടുക്കാനുള്ള 60 രൂപ പോലും കയ്യിലില്ല. മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ കാശില്ലാതെ എങ്ങനെ മത്സരിക്കുമെന്നും അൻവർ ചോദിച്ചു. കയ്യിലുള്ള കാശെല്ലാം തീർന്നു. എല്ലാവരും ചേർന്ന് എന്നെ മുക്കിക്കൊന്നു. ഇനി ഞാൻ UDFിലേക്കില്ല. മത്സരിക്കാൻ എനിക്ക് ശേഷിയില്ല. പച്ച മലയാളത്തിൽ അവസ്ഥ വിശദീകരിച്ച് PV അൻവർ വികാരത്തിലെല്ലാം പറഞ്ഞു. ഈ വാർത്താ സമ്മേളനത്തിൽ അൻവറിസത്തിന്റെ ഗതി കേട്ട് ഞെട്ടുകയാണ് മലയാളികൾ. താൻ 2 അറ്റം മുട്ടിക്കാൻ പാടുപെടുന്നുവെന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. UDF ഘടകകക്ഷിയാകില്ലെന്ന് പറഞ്ഞ അൻവർ തന്നെ നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞു വെച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഗുരുതര ആരോപണങ്ങളും അൻവർ ഉയർത്തി. സതീശനെതിരെ തെളിവ് കണ്ടെത്തി പുറത്തുവിടുമെന്നും പറഞ്ഞു. പിണറായിക്കെതിരായി പോരാട്ടം തുടരും. താൻ വലിയ ജപ്തി ഭീഷണിയിലാണെന്നും ഹൈക്കോടതിയിൽ നിരവധി കേസുകളുണ്ടെന്നും അൻവർ പറഞ്ഞു. ഇനി ആരും തന്നെ ബന്ധപ്പെടരുത്, ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. നിലമ്പൂരിലെ പ്രശ്നങ്ങളിലൊന്നും കാണാത്ത വ്യക്തിയാണ് M സ്വരാജ് എന്നും അൻവർ പറഞ്ഞു. PV അൻവറിന്റെ പത്രസമ്മേളനത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്നതായിരുന്നു ഇന്നത്തേത്. മറുനാടനെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയ അൻവർ താൻ പടിക്കെട്ടുകൾ ഇറങ്ങി താഴെ എത്തിയെന്ന് പറഞ്ഞു വെക്കുകയാണ് അൻവർ. UDFുമായുള്ള ചർച്ചകളിൽ വ്യക്തത വന്നിട്ടില്ലെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും PV അൻവർ പറയുന്നു. UDFിനെതിരായ വിമർശനം തുടർന്ന അൻവർ പിണറായിക്കെതിരെ പോരാടിയ തന്നെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട UDF നേതൃത്വത്തിലെ ചില വ്യക്തികൾ അതിന് തയ്യാറായില്ലെന്നും പറഞ്ഞു. പിണറായിസം മാറ്റി നിർത്തി മറ്റുള്ള ചില ഗൂഢശക്തികളുടെ താല്പര്യം സംരക്ഷിച്ച് തന്നെ പരാജയപ്പെടുത്താൻ ഇപ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ്. അതിൽ വിട്ടുവീഴ്ചയുണ്ടായിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. ആരെയും കണ്ടല്ല താൻ LDFിൽ നിന്ന് ഇറങ്ങി വന്നത്. ദൈവത്തെയും ജനത്തെയും കണ്ടാണ് ഇറങ്ങി വന്നത്. അവരിലാണ് പ്രതീക്ഷ. പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അധിക പ്രസംഗിയാണെന്നാണ് പറയുന്നത്. അധിക പ്രസംഗം തുടരും. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ് കമ്മ്യൂണിസം. ആ നിലയ്ക്കാണ് CPMന്റെ ഭാഗമാകുന്നത്. മതനിരപേക്ഷതയുടെ ഭാഗത്തു നിന്ന പാർട്ടി ജാതിമത രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി സഞ്ചരിച്ചുവെന്നും അൻവർ പറഞ്ഞു. പത്രസമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ CPMനെ കടന്നാക്രമിച്ച അൻവർ പതിയെ വിമർശനം പ്രതിപക്ഷ നേതാവിലേക്ക് കൊണ്ടുപോയി. VD സതീശനെ വിമർശിച്ചു. ആര്യാടൻ ഷൗക്കത്തിനെ കടന്നാക്രമിച്ചതുമില്ല. ഇപ്പോഴും UDFിൽ അൻവറിന് പ്രതീക്ഷയുണ്ടെന്ന സൂചനകളും വാക്കുകളിലുണ്ട്. പക്ഷേ നിലവിൽ തനിക്കൊന്നിനും ശക്തിയില്ലെന്ന് പറയുകയാണ് അൻവർ. തന്റെ രാഷ്ട്രീയം തന്നെ പ്രതിസന്ധിയിലാണെന്ന് പറയാതെ പറയുകയാണ് അൻവർ. കയ്യിൽ പണമില്ലാത്തതിനാൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നും പ്രഖ്യാപിക്കുകയാണ് ചുരുക്കത്തിൽ മുൻ MLA PV അൻവർ. സതീശൻ നയിക്കുന്ന UDFിലേക്കും താൻ ഇല്ലെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. UDFിൽ പ്രവേശനം നൽകിയില്ലെങ്കിൽ തന്റെ പാർട്ടി നിലമ്പൂരിൽ മത്സരിക്കുമെന്നായിരുന്നു അൻവർ നേരത്തെ പറഞ്ഞിരുന്നത്. UDF പ്രവേശനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അൻവർ വീണ്ടും രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു. അൻവർ ഇല്ലാതെ UDF ജയിക്കില്ലെന്നും സതീശന്റെ വാശിക്ക് UDF കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്നെ സ്നേഹിക്കുന്ന പ്രവർത്തകർക്ക് മനസാക്ഷി വോട്ട് ചെയ്യാമെന്നും താൻ വീട്ടിലും അങ്ങാടിയിൽ ചെന്നിരിക്കാൻ പോവുകയാണെന്നും അൻവർ പറഞ്ഞു. UDFിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയാണ്. UDF ഭയക്കുന്ന അധിക പ്രസംഗം ഇനിയും തുടരുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. താൻ ആരെയും കണ്ടല്ല MLA സ്ഥാനം രാജിവെച്ചത്. താൻ ഷൗക്കത്തിനെ എതിർക്കുന്നതിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. UDFുമായുള്ള ചർച്ചകളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്നും അൻവർ പ്രതികരിച്ചു. പിണറായിസത്തിന്റെ ഏറ്റവും വലിയ വക്താവാണ് M സ്വരാജ് എന്നും PV അൻവർ പറഞ്ഞു. എന്നെ സ്വീകരിക്കേണ്ട ചില വ്യക്തികൾ അതിന് തയ്യാറായിട്ടില്ല. അൻവറിനെ തോൽപ്പിക്കാനാണ് അവരുടെ നീക്കം. ഞാൻ ഇറങ്ങി വന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്, വേറെ ആർക്കു വേണ്ടിയും അല്ലെന്നും പിണറായിക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ലെന്നും PV അൻവർ പറഞ്ഞു. സോഷ്യലിസവും മതേതരത്വവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിച്ചത്. പക്ഷേ CPM പിന്നീട് വർഗീയ നിലപാടിലേക്ക് മാറി. സോഷ്യലിസ്റ്റ് പാർട്ടി കൈവിട്ടു. സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചപ്പോഴാണ് താൻ അധിക പ്രസംഗിയായത്. അത് തുടരുമെന്നും സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു.